ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ ദേ ഒരു കട്ടനൊക്കെ കുടിച്ചിരിക്കുമ്പം ഇന്ന് വീക്കെൻഡ് എങ്ങോട്ട് പോകും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് റൂംമേറ്റ് പറഞ്ഞത് ഇവിടെ അടുത്തൊരു എക്സ്പോ ഉണ്ട്, നമുക്ക് പോവാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, റെഡിയായി നേരെ ചാടി താഴെ വന്നു. ടാക്സി എടുത്തു, നേരെ നമ്മൾ എക്സ്പോ സെൻറ്ററിലേക്ക് പോയി. ഇവിടുന്ന് ആക്ച്വലി ഒരു 5 to 10 മിനിറ്റ്സിനുള്ള ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും ചെയ്തു. അവിടെ എൻട്രി പാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ എടുത്ത് ഉള്ളിൽ കയറി നോക്കിയപ്പം ദാ കുറേ സാധനങ്ങൾ, ഡ്രസ്സ്, കോസ്മെറ്റിക്സ്, ജ്വല്ലറീസ്, ചപ്പൽസ്, അങ്ങനെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പോലും അറിയാണ്ട് ഞങ്ങളുടെ ഉള്ളിലെ നാഗവല്ലിയൊക്കെ പുറത്തു വന്നു. അവിടെയുള്ള എല്ലാ ഓർണമെൻറ്റ്സും സാധനങ്ങളും ഒക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു ജസ്റ്റ് ഈ വളയൊക്കെ കണ്ടു, അതൊക്കെ ഇട്ട് നോക്കി. പിന്നെ ചപ്പൽ കണ്ടു, അതിട്ട് നോക്കി. ബാഗ് ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ട്രാവൽ ബാഗ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ക്ഷീണിച്ച് നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. നേരെ ചെന്ന് ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് ആദ്യം ഒരു സൂപ്പ് കൊണ്ട് തന്നു. അതൊരു വെജിറ്റബിൾ ആയിരുന്നു, അതുകൊണ്ട് എനിക്കത്ര കാര്യമായിട്ട് ഇഷ്ടമായില്ല. പിന്നെ സാലഡ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മെയിൻ സാധനം എത്തിയത്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കബാബിൻ്റെ പ്ലേറ്റായിരുന്നു, മിക്സഡായിട്ട്. പിന്നെ നമ്മളൊരു ചാർക്കോളും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും നല്ലതായിരുന്നു കേട്ടോ. ടേസ്റ്റ് വൈസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഒരു ഈവനിങ് ഞങ്ങൾ എൻഡ് ചെയ്തു. പിന്നെ അതൊന്ന് ദഹിക്കാൻ വേണ്ടി ഒരു കോക്കൊക്കെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അവർ നമുക്ക് ഡെസേർട്ടിന് പകരമായിട്ട് ഈ ഒരു ജെല്ലി പുഡിങ്ങാണ് തന്നിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല എന്ന് പറയാം, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.